കോംപ്ലക്സ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സപ്പോസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ f is differentiable at a point z0 and it is differentiable at the nearby points of z0. That is, നമ്മൾ ഇതിനെ പറയാറുള്ളത് ഒരു പോയിൻറ്റിൻ്റെ നിയർബൈ പോയിൻറ്റുകൾ ഉൾക്കൊള്ളുന്ന സെറ്റിനെ നമ്മൾ പറയാറുള്ളത് നെയ്ബർഹുഡ് എന്നാണ് പറയുക. അതായത് ഒരു പോയിൻറ്റിലും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നിയർബൈ പോയിൻറ്റുകളിലും നെയ്ബർഹുഡിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഫംഗ്ഷൻ f is differentiable at a point z0, that is f dash of z0 exists not only at z0 but at every point z in some neighborhood of z0, then such functions are called analytic at the point z0. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കോംപ്ലക്സ് ഫംഗ്ഷനുകളുടെ അനലിറ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള നിയർ ബൈ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിൽ, ഒരു പോയിന്റിൻ്റെ നെയ്ബർഹുഡിലും ആ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് അറ്റ് z0 എന്ന്. ചില ഫംഗ്ഷനുകൾ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ പോലെ, കോംപ്ലക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ, നമ്മളതിനെ പി ഓഫ് ഇസഡ് എന്നാണ് പറഞ്ഞത്. പി ഓഫ് സെഡ് ഈക്വൽ ടു a0 പ്ലസ് a1z പ്ലസ് a2z സ്ക്വയർ പ്ലസ് എറ്റ്സെട്ര പ്ലസ് an(z)n പ്ലസ് എറ്റ്സെട്ര. ഇങ്ങനെയുള്ള കോംപ്ലക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആണ്. ആ ഓരോ പോയിന്റിൻ്റെയും നെയ്ബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആണ്. അതായത് പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഡൊമൈൻ ഡി. അതുകൊണ്ട് ഈ പോളിനോമിയൽ ഫംഗ്ഷനെ തന്നെ നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് പി ഓഫ് ഇസഡ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് അനലിറ്റിക് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും അനലിറ്റിക് ആയിരിക്കണം. ഇനി പർട്ടിക്കുലർ പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അനലിറ്റിക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ആ പോയിന്റിലും അതിൻ്റെ നെയ്ബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മുടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എൻ്റയർ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നാണ് പറയുക. അതായത് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ എൻ്റയർ ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എൻ്റയർ ഫംഗ്ഷൻ. കോംപ്ലക്സ് ഫംഗ്ഷനുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് f of z ഈക്വൽ ടു u ഓഫ് എക്സ് വൈ പ്ലസ് i ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നുള്ളതാണ്. ഇതിൽ u ഓഫ് എക്സ് വൈ, വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനുകളെ കോമ്പണൻറ്റ് ഫംഗ്ഷൻസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സപ്പോസ് ദിസ് കോംപ്ലക്സ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ് z0 ഈക്വൽ ടു x0 പ്ലസ് i y0, then we can see that the partial derivatives of these component functions satisfy a differential equation, that is dou u by dou x equal to dou v by dou y and dou u by dou y equal to minus dou v by dou x എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും ഉപയോഗിച്ചുകൊണ്ട് ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു പാർഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണാൻ കഴിയും. അത് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മാത്രം. ഇങ്ങനെ ഈ ഇക്വേഷൻസിനെ, ഈ കാണുന്ന ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നത് കോഷി റീമാൻ ഇക്വേഷൻസ് എന്നാണ് പറയുക. കോഷി റീമാൻ ഇക്വേഷൻസ്. അതായത്
ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു നോക്കാം. സപ്പോസ് വി ഹാവ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂ പ്ലസ് സെഡ് പ്ലസ് 1. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? ഇത് ക്ലിയർ ആയിട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. എന്തുകൊണ്ട്? സെഡ് ക്യൂ പ്ലസ് സെഡ് പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ എന്താ കണ്ടത്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നല്ലേ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. അത് ശരിയാണോ നോക്കാം. ഇവിടെ സെഡ് ക്യൂ പ്ലസ് സെഡ് പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഓൾ ക്യൂ പ്ലസ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1 എന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ കഴിയുക. ഇനി എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 3xy² പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് ഐ ഇൻറ്റു മൈനസ് വൈ ക്യൂബ് പ്ലസ് 3x² പ്ലസ് വൈ എന്നാണ് ഈ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഭാഗമാണ്. ദാറ്റ് ഈസ് ഹിയർ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² പ്ലസ് എക്സ് പ്ലസ് 1 ആൻഡ് v of xy equal to minus y cube plus 3x² പ്ലസ് y എന്ന് കിട്ടും. ഇനി ഈ ഓരോ ഇക്വേഷൻസും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് ഇത് സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് യു എന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ യു ബൈ ഡോ എക്സും അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സിന് നമ്മൾ യു എക്സ് എന്നും എഴുതാറുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഈക്വൽ ടു 3x² മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 3xy². ഇവിടെ എക്സ് 3യും y² കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ മൈനസ് 3y² പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ ഡോ യു ബൈ ഡോ വൈ നമ്മളതിനെ യു വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ക്യൂബ് എക്സ് 1 എല്ലാം വിത്ത് റെസ്പെക്ട് ടു വൈ കൺസിഡർ ആസ് കോൺസ്റ്റൻറ്റ്. സോ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് 3xy² എന്ന് പറയുന്നത് വൈയിലായതുകൊണ്ട് മൈനസ് 3x കോൺസ്റ്റൻ്റ് ആയിരിക്കും. y² ഡെറിവേറ്റീവ് 2y എന്ന് കിട്ടും. സോ മൈനസ് 6xy എന്നാണ് കിട്ടുക. ഇനി അതുപോലെ നെക്സ്റ്റ് വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് വി എക്സ് എന്നും ഡിനോട്ട് ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈ ക്യൂബും വൈയും ആണ് ഇവിടെ ടേംസ് ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. പിന്നെ 3x² വൈയുടെ ഡെറിവേറ്റീവ് എക്സിലാണ്. സോ ഡെറിവേറ്റീവ് ഓഫ് x² ഈസ് 2x. പിന്നെ 3യും വൈയും കോൺസ്റ്റൻ്റ് ആണ്. സോ 6xy എന്ന് കിട്ടും. 6xy. നെക്സ്റ്റ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഡോ വി ബൈ ഡോ വൈ. ഡോ വി ബൈ ഡോ വൈനെ നമുക്ക് വി വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വി വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? വി ഓഫ് എക്സ് വൈയുടെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മൈനസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 3y². പിന്നെ പ്ലസ് 3x² വൈയുടെ ഡെറിവേറ്റീവ് ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 3x² എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 3x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ഈസ് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് y ഈസ് 1. സോ ദിസ് 1. ഇനി ഈ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 3x² മൈനസ് 3y² പ്ലസ് 1 എന്നുള്ളതാണ്. ഇവിടെ മൈനസ് 3y² പ്ലസ് 3x² പ്ലസ് 1 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് 3x² മൈനസ് 3y² പ്ലസ് 1 എന്ന് എഴുതാം. ബോത്ത് ദീസ് ടു ഇക്വേഷൻസ് ആർ സെയിം. സോ ഫസ്റ്റ് ഇക്വേഷൻ ux equal to vy, that is
ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് കാണാം. ഡോ വി ബൈ ഡോ വൈ ഫസ്റ്റ് ഇക്വേഷൻ ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ കൂടെ നോക്കാം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്? -6xy എന്നുള്ളതാണ്. ഇനി ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 6xy എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതാണ് കോഷി റീമാൻ ഇക്വേഷൻ. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ശരിയാണ്. ഇവിടെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു -6xy എന്ന് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ 6xy എന്നുള്ളത്. സോ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു -6xy എന്നും കാണാൻ കഴിയും. ദാറ്റ് ഈസ് ഇറ്റ് സാറ്റിസ്ഫൈ ദ സെക്കൻഡ് ഇക്വേഷൻ. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു minus dou v by dou x. That means this function satisfy the Cauchy-Riemann equations എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ശരിയായിക്കോളണമെന്നില്ല. അതായത് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് ഡിഫറൻഷ്യബിൾ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതായത് ഇതൊരു നെസസറി കണ്ടീഷൻ മാത്രമാണ്. അതിൻ്റെ കോൺവേഴ്സ് എല്ലായ്പ്പോഴും ട്രൂ ആയിക്കൊള്ളണമെന്നില്ല. അത് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഷോ ദാറ്റ് ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു സെഡ് ബാർ ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് when z not equal to 0 and equal to 0 when z equal to 0, even though partial derivatives of the component functions exist and satisfy Cauchy-Riemann equations at z equal to the point 0, but f of z is not differentiable at z equal to 0. കണ്ട, ഇവിടെ ഈ കോഷി-റീമാൻ ഇക്വേഷൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ ഇതുപോലെയുള്ള ഫംഗ്ഷൻസിനെ കുറിച്ച്, ഡെറിവേറ്റീവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്തു വെക്കണം നിങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനുകൾ ഡിഫറൻഷ്യബിൾ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദ കോംപ്ലക്സ് ഫംഗ്ഷൻ f of z is of the form u of xy plus I into v of xy. Suppose the component functions u of xy and v of xy satisfy the Cauchy-Riemann equations ux equal to vy and uy equal to minus vx in all points of its domain D. Then the theorem says that f of z is analytic. F of z is analytic in the domain D and its derivative is given by f dash of z equal to dou u by dou x plus I into dou v by dou x. Dou v by dou x equal to dou v by dou y minus I into dou u by dou y എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ചില ആളുകൾ കൺഫ്യൂഷൻ വരാറുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതി പോവാറുണ്ട്. ശ്രദ്ധിക്കണം, അങ്ങനെയല്ല. എന്താണ്, ഇഫ് ദ ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആൻഡ് u of xy and v of xy satisfy Cauchy-Riemann equation in all points of its domain, then f of z is analytic in D and f dash of z equal to dou u by dou x plus I into dou v by dou x equal to dou v by dou y minus I into dou u by dou y എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. ഈ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുന്നതിനും ഒരുപാട് കോംപ്ലക്സ് ഫംഗ്ഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനലിറ്റിസിറ്റിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നമുക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ തിയറം ഒന്ന് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ്, തിയറം സേസ് ദാറ്റ് if the real valued functions u of xy and v of xy are continuous and have
continuous partial derivatives, first partial derivatives in a neighborhood of z, and if the first order partial derivatives of u and v satisfy the Cauchy-Riemann equations at the point z, then the complex function f of z equal to u of xy plus I into v of xy is differentiable at z, and its derivatives is given by f dash of z equal to dou u by dou x plus I into dou v by dou x equal to dou v by dou y minus I into dou u by dou y എന്ന്. ഒരു എക്സാമ്പിൾ നോക്കാം. Show that the function f of z equal to x square plus iy square is nowhere analytic. That is, നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പോയിന്റുകളിലും അനലിറ്റിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അനലിറ്റിക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഒരു പോയിന്റിൽ അനലിറ്റിക് ആവണമെങ്കിൽ കണ്ടീഷൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്ന് മാത്രമല്ല അതിൻ്റെ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റുകളിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതായത് ഇസ് സെഡ് എന്ന് പറയുന്ന പോയിന്റ് നമുക്കതിൻ്റെ ഓരോ പോയിന്റുകളും സെഡ് എന്ന ഓരോ പോയിന്റും സെഡ് നോട്ടിൻ്റെ നിയർ ബൈ പോയിന്റ് ആയിട്ടുള്ള എല്ലാ സെഡുകളിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അനലിറ്റിക് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമുക്കിവിടെ അങ്ങനെ ഇത് അനലിറ്റിക് അല്ല, എല്ലാ പോയിന്റുകളിലും അനലിറ്റിക് അല്ല എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നത് യു എക്സ് ഈക്വൽ ടു 2x എന്നും അതുപോലെ യു വൈ ഈക്വൽ ടു 0 എന്നും കാണാൻ കഴിയും. സിമിലർലി വി എക്സ് ഈക്വൽ ടു 0 വി വൈ ഈക്വൽ ടു 2y എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് നമ്മുടെ യു ഓഫ് എക്സ് വൈയും വി ഓഫ് എക്സ് വൈയും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളാണ്. അതായത് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അതുപോലെ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഫംഗ്ഷനുകളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കോഷി-റീമാൻ ഈക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഇഫ് യു എക്സ് ഈക്വൽ ടു വി വൈ ഓർ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ്. യു എക്സ് ഈക്വൽ ടു വി വൈ ആകുന്നത് എപ്പോഴാണ്? യു എക്സ് ഈക്വൽ ടു 2x ഈക്വൽ ടു വി വൈ ഈക്വൽ ടു 2y ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് 2x ഈക്വൽ 2y ആകുമ്പോൾ ഈ കോഷി-റീമാൻ ഈക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണാൻ കഴിയും. ഇവിടെ യു വൈ ഈക്വൽ ടു 0 ആണ്, അതുപോലെ വി എക്സ് ഈക്വൽ ടു 0 ആണ്. അതൊക്കെയാണ്. പക്ഷേ ഈ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ കോഷി-റീമാൻ ഇക്വേഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെപ്പോഴാണ് ഈക്വൽ ആവുക? യു എക്സ് ഈക്വൽ ടു വി വൈ എപ്പോഴാണ് ഈക്വൽ ആവുക? യു എക്സ് ഈക്വൽ ടു വി വൈ മീൻസ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്നാണ് മീനിങ്. അത് ഈക്വൽ ആവുന്നത് 2x ഈക്വൽ ടു 2y ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് വെൻ എക്സ് ഈക്വൽ ടു വൈ ആവുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകൾ മാത്രമാണ് ഈ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലുള്ള പോയിന്റുകളിൽ മാത്രമേ ഈ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള പോയിന്റുകൾ ഏതെടുത്താലും അവിടെയൊന്നും കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അത് നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷന് ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ അത് അതിൻ്റെ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ അതിന് നിയർ ബൈ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്നാണ്. അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് എവരിവെയർ. ഇതുപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ തിയറത്തിന് താഴെ ഈ എക്സാമ്പിൾസ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ എക്സാമ്പിൾസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം, ഒന്ന് പഠിച്ചു വെക്കണം. എന്നിട്ട് അത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.